3. Day 3 of ഞങ്ങളുടെ ഹോളിഡേ. ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ ഇന്നലെ എത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു. ഞങ്ങൾ വണ്ടി എടുത്തിട്ട് വി ആർ ഗോയിങ് ടു റൈൻഫോൾ എന്നാണ് അങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്, വിച്ച് ഇസ് വാട്ടർഫോൾ. അപ്പോൾ അവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം ആ ഏരിയ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരും. ഇന്ന് നൈറ്റും കൂടി സ്വിറ്റ്സർലൻഡിലുള്ളൂ. അത് കഴിഞ്ഞിട്ട് വി ആർ ഗോയിങ് ടു ജർമ്മനി ബാക്ക് ടുമാറോ ഡ്രൈവ് ചെയ്തിട്ട്. അപ്പം ഇന്ന് എവിടെയൊക്കെ പോകുന്നത് കണ്ടറിയാം. അറ്റ് ദ റെയിൻ വാട്ടർഫോൾ ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യും. ഞങ്ങൾ കാർ പാർക്കിൽ വണ്ടി ഇട്ടു. ആൻഡ് ദെൻ വി ആർ ഗോയിങ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വി ആർ ഗോണ ഗോ ആൻഡ് വോക്ക്. അപ്പം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് റെയിൻ വാട്ടർഫോൾ. വിചാരിച്ച് വീഡിയോയിൽ കണ്ടത്ര ഭംഗിയുണ്ടോയെന്ന് അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല ഐഡിയ ആണല്ലേ, മരത്തിൽ ചെടി വെച്ചേക്കണേ. A blue boat is enough thing that you can do. Let's see what the other view is from there. A little couple This is the first view of the rain waterfall. This is zoomed out view. നമ്മൾ കുറച്ചും കൂടെ അടുത്തേക്ക് നടക്കും. പിന്നെ അവിടെ കൊടി ഇരിക്കണുണ്ട്. അത് അവിടെ മുകളിൽ കൊടി കാണാൻ പറ്റും പോയിന്റ്. അവിടെ നമുക്ക് ബോട്ട് എടുത്തിട്ട് നമുക്ക് അവിടം വരെ പോയിട്ട് എൻ്റെ മുകളിൽ പോയി നിൽക്കാം. പക്ഷേ അഗൈൻ വെള്ളം തെറിക്കും മേത്തേക്ക് കുറച്ച്. ബോട്ട് അവിടം വരെ പോയിട്ട് നമുക്ക് അങ്ങനെ 2-3 വ്യൂ പോയിൻറ്റ്സ് ഉണ്ട് പോകാനായിട്ട്. പക്ഷെ നമ്മൾ അതിന് പോകുന്നില്ല, ബിക്കോസ് അത് ബോട്ടിൽ കയറി പോകണം. നമ്മൾ നടന്ന് കാണാൻ പറ്റുന്ന മാക്സിമം നമ്മൾ കാണുന്നു. ലെറ്റ്സ് ഗോ. സൂക്ഷിച്ച് വന്നാൽ മതി. നടന്ന് കല്ല് ഭയങ്കര സ്ലിപ്പറിയാ. വ്യൂ yellow boat. See some wheels, no return, but there's no wheels in that. Found a rainbow. ആ ബോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകണമല്ലോ, വെള്ളം അങ്ങനെ തള്ളിക്കൊണ്ട് പോയിട്ട്. റെയിൻബോസ് ബോട്ട് ഡിപ്പെൻസ് ഓൺ ദ ബോട്ടാണ്. നമുക്ക് ബ്ലൂ ബോട്ട് ഉണ്ട്, പിങ്ക് ബോട്ടും ഉണ്ട്. അതിൻ്റെ കണ്ടോ, അത് യെല്ലോ ബോട്ടും ഉണ്ട്. അത് നമുക്ക് മൂന്ന് ഡെസ്റ്റിനേഷനിലേക്കാണ് കൊണ്ടുപോകണേ. അപ്പൊ 3 ഉണ്ട്. ഏതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പിക്ക് ചെയ്യാം. അതിന്റെ റേറ്റ്സ് എല്ലാത്തിൻ്റെയും ഡിഫറെൻ്റ് ആണ് 3 ബോട്ടിന്റെ. ഞാൻ താഴേക്ക് ഇറങ്ങട്ടെ? ഇറങ്ങിക്കോളൂ. ഒത്തിരി ഇറങ്ങാണ്ട് നിങ്ങൾ പതുക്കെ ഇറങ്ങാം. ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങാം.
എങ്ങനെയുണ്ട്? ഓ കണ്ടു മടുത്തു. പക്ഷെ നല്ല ഫോഴ്സായിട്ടോ നീന്താൻ അറിയാൻ പാടില്ലാത്ത ഞാൻ ഇതിനെങ്ങാനൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ പടാവും. അല്ലെങ്കിൽ നീന്തൽ അറിയാൻ ആർക്കും ഇവിടെ രക്ഷപ്പെടാൻ പറ്റുമോ? ചൂലാവും. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒന്നും കേൾക്കാൻ പറ്റില്ലായിരിക്കും. ചെയ്താ അതാണ് പിങ്ക് ബോട്ട്. എന്നെ ചെയ്ത യെല്ലോ ബോട്ട് അത് പാക്കത്താൽ. This is the way when you are exiting, you get to have this upper view of the rainfall. സോപ്പ് വെള്ളം കളിക്കിട്ട വലയിൽ. Now you can't unsee that, can you? ഇതാണ് നമ്മുടെ മോളിൽ നിന്നുള്ള അടുത്ത വ്യൂ ഉള്ളത്. ഈ സെയിം സാധനം നമ്മൾ തന്നെയും പിന്നെയും തന്നെ കണ്ണും ഫോട്ടോ എടുക്കുന്നു പല പല ആംഗിളിൽ നിന്ന്. സെയിം സാധനമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് റെയിൻ ഫോൾ? കുറെ നല്ല ഒച്ചയാട്ടോ. താഴെ നിൽക്കുമ്പോൾ ഭയങ്കര ഒച്ചയാ. അതുപോലെ തന്നെ അതിനുള്ളിലൊന്ന് ലൈക്ക് ഭയങ്കര ഫോഴ്സ്. നമുക്ക് മോളിൽ നിന്ന് നോക്കുമ്പോൾ ഫോഴ്സ് ഉണ്ടെങ്കിൽ താഴെ നോക്കുമ്പോൾ ഭയങ്കര അടുത്ത് കാണാം. പൊടി പോലും കിട്ടില്ല, ഉണ്ടാവില്ല. ട്രെയിനിൽ പോകണമല്ലേ? ദാറ്റ് ഈസ് എ എക്സ്പീരിയൻസ്. ഇവിടെ മ്യൂസിയത്തിൻ്റെ അകത്ത് റെയിൻഫോളിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ ട്രെയിനും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രെയിനിൻ്റെ ഹിസ്റ്ററി അല്ല കേട്ടോ. സോ പല പല വീഡിയോസിൽ പല പലയാണ് പ്ലേ ചെയ്യണേ. ഇഫ് യു ലുക്ക് ഹിയർ അതിനകത്ത് ഡിഫറെൻ്റ് ആണ്. ഇതിനകത്ത് വേറെ വീഡിയോ പ്ലേ ചെയ്യണം, അതിനകത്ത് വേറെ വീഡിയോ പ്ലേ ചെയ്യണേ. So cool. മെസ്മറൈസ്. വീണ്ടും വരുന്നുണ്ട്. സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ട്. പ്ലേറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ആയിക്കോ. Hier, Liebste. Bist du nur alle Nordese? Danke, mein Schatz. ഓ ഇത് നീ കഴിച്ചോ? അങ്ങനെ എന്തൊക്കെ പറയണേ? Ja, liebe Elisabeth. Hier, Sissi. Ich hoffe, dass Ihnen Ihr Eau Chevreuil schmeckt. Danke, mein Franz. അപ്പം അത് അവർക്ക് Was കൊടുത്തു. haltet ihr übrigens vom Rheinfall? Ein grandioses Naturschauspiel für wahr. Und heute Nacht soll er illuminiert werden. Ich bin ja so gespannt. Mein Roastbeef à l'anglais. Na, dann wünsche ich allseits bon appétit. Bon Appetit. എല്ലാവരും ഫുഡ് കഴിക്കാം. ബോൺ അപ്പറ്റീറ്റ്. ഈ ഹോട്ടലിൽ ബേസിക്കലി അവർ സ്പെഷ്യൽ ലൈക്ക് ബംഗാൾ ലൈറ്റ്സ് ചെയ്യും ഓൺ റൈൻഫോൾ. അതാണിത്. അപ്പോൾ ദേ ഹാഡ് എ ഫുൾ പ്രസൻറ്റേഷൻ വാട്ട് യു ഗൈസ് സോ ഏർലിയർ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്ക് ഫുഡ് ഡിന്നർ ചെയ്യുന്നത് അങ്ങനെയൊക്കെ കസേരയൊക്കെ തിരിച്ച് മാറണുണ്ടോ? ഇങ്ങനെ മാറിയിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നതാണ് ഇത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞു, അത് തിരിച്ചു പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇവിടെ പിയാനോ ഞെക്കിയായിരുന്നു. ഞാൻ ഉദയർ അവർ കണ്ടോ. പിന്നെ ഇനി നമ്മൾ ട്രെയിനിൽ പോകണു. ഇത് കുന്നിൻ മുകളിലൊരു വീട്, ഇവിടെ ഒരു വീട്, ഇവിടെ ഒരു വീട്, കുന്നിൻ്റെ മുകളിലൊരു വീട്. വാട്ടർഫോളാണെന്നാണിത്. ഓ ഇങ്ങനെയാണ് റെയിൻഫോളിൻ്റെ അവിടെ ഒരു വീടുണ്ട്. ഓക്കെ 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 ഓക്കെ. ഇതാണ് കാസിൽ. ഇങ്ങനെ പെയിൻറ്റിങ്സ് മറ്റേ പേപ്പർ ഇതുപോലെ വരച്ചേക്കും. ഇതനങ്ങായിരിക്കുമല്ലോ അപ്പം.
I'm sure. ആ രണ്ട് പെയിന്റിംഗ് ഒക്കെ വരച്ചു. ഫാമിലി പെയിന്റിംഗ്. Puisque c'est ainsi, nous reviendrons mardi. Wir überquerten den Rhein bei der Stadt Kaiserstuhl. Von hier folgten wir dem Strom durch eine sehr schöne, ebene Landschaft. Group of Dutch are not interested in the natural beauty of the falls. Their interest lies within the transport, timber shipping. ഇത് വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. വാട്ടർ ഇത് യെസ് കണ്ടോ. എന്നിട്ട് വീട് ഇതിന് കറണ്ട് കൊടുക്കും. ആൾക്കാർ അതുവഴി അവർ ജീവിക്കും. ഫോട്ടോ എടുത്ത് കളിക്കുകയാണ്. പൂവാണ് അവരുടെ ഫേവറേറ്റ്. വെറൈറ്റി പൂക്കൾ കാണുമ്പോൾ ഒരു ഫോട്ടോ എടുക്കണം. ഇതാണ് നമ്മൾ കയറി വന്ന എൻട്രൻസ്. നമ്മൾ റെയിൻഫോൾ കണ്ടു. നമ്മൾ എന്തൊക്കെ കണ്ടു? നമ്മൾ റെയിൻഫോൾ കണ്ടു. യെസ്. ഞങ്ങൾ ഇതിന് ഉള്ളിൽ കൂടെ പോയിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. €5 ആണ് പെർ അഡൽട്ടിന് ടിക്കറ്റ്. കിഡ്സിന് പ്രൈസസ് ഡിഫറെൻ്റ് ആണ്. യു ടു ചെക്ക് ദാറ്റ് ഔട്ട്. അവിടെ ടിക്കറ്റ് വെൻഡിങ് മെഷീൻ പോലെയുണ്ട്, പക്ഷേ ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ ഓൺലൈനിലാണ് എടുത്തത്, വിച്ച് സെയിം പ്രൈസ് ആസ് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ. ക്യൂ ഇച്ചിരി ലോങ്ങർ ആയിരുന്നു. ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ അവിടെ വാട്ടർഫോളൊക്കെ കണ്ട് നടന്ന് 2-3 സ്പോട്ട്സ് ഉണ്ട്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. 5 സ്റ്റെപ്പൊക്കെ ഇറങ്ങാനുണ്ട്. ആൻഡ് ലിഫ്റ്റ് ഉണ്ട് ആസ് വെൽ. പക്ഷേ ലിഫ്റ്റ് ഞങ്ങൾ തിരിച്ച് കയറാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്. ബട്ട് സ്റ്റിൽ സ്റ്റെപ്പ് വെച്ച് നടക്കണം താഴോട്ട്. ഇത് കാണാനായിട്ട് ഒരു പോയിന്റ് വരെയാണ് ലിഫ്റ്റ് ഉള്ളൂ. അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കാം. എന്തെങ്കിലുമൊക്കെ നോക്കാം. ബാ. വല്ലപ്പോഴാണ് വ്ളോഗിങ് സ്കിൽസ് വരുള്ളൂ. നല്ല ഞാൻ പറയായിരുന്നു നല്ല കട്ട് നല്ല ഭംഗിയില്ല വീട് കാണാൻ. ഞാനിവിടെ കൂടുതലും നോട്ടീസ് ചെയ്ത കുറേ മരങ്ങളുടെ ഫീച്ചേഴ്സ് ഉണ്ട് ഇവിടെ. പിന്നെ കുറേ മരങ്ങളുണ്ട് ഇവിടെ. UK-നേക്കാളും കുറേയും കൂടി നാച്ചുറൽ ബ്യൂട്ടി ഇവിടെ ഞാൻ കണ്ടിരുന്നു. ഭയങ്കര ഫ്ലാറ്റ് ആൻഡ് കുന്നും മലയൊക്കെ ഉണ്ടെങ്കിലും ലൈക്ക് നമുക്ക് ദൂരേന്ന് ആ ഒരു കുറേ ഫുൾ പച്ചപ്പ് അങ്ങനെ കണ്ടിട്ട് മലകൾ കാണാം. പിന്നെ ഇവിടെ വീടുകളിൽ കുറേ നോട്ടീസ് ചെയ്ത് മരങ്ങൾ വെച്ചിട്ട് കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഫ്രഞ്ച് വിൻഡോസും ഗ്രീൻ സ്ട്രേറ്റും കൂടിയല്ല. പള്ളി കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറി ഇറങ്ങി. പള്ളിയെന്ന് വിചാരിച്ചിട്ട് പള്ളിയാണത് ആക്ച്വലി. അപ്പോൾ ഞങ്ങളോട് വെച്ചിട്ട് നടന്ന് കാണാൻ പറ്റും. ഇതെല്ലാം പാട്ടാണെന്ന് വിചാരിച്ച് ഞങ്ങൾ കയറി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ബാക്കിൽ നിന്നപ്പോൾ കുറേ ആൾക്കാർ നിൽക്കുന്നു. അതുകൊണ്ടാണ് കയറിയത്. നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും സൂട്ടൊക്കെ ഇട്ടിട്ട് ഫുള്ള് ബ്ലാക്ക് സൂട്ട് കോട്ടൊക്കെ ഇട്ട് ലൈക്ക് സ്കേർട്ടും ടോപ്പ് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനാണ് ഇതൊന്ന് ബ്ലാക്ക് ഇട്ടേക്കണേ. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് പള്ളിയുടെ ഡോറ് ഇപ്പുറത്തെ സൈഡിലായിരുന്നു. ഞങ്ങൾ ബാഗിൽ കൂടെ കയറിയത്. നോക്കുമ്പോൾ അവിടെ ഒരാൾ അവിടെ നിന്ന് സംസാരിക്കണം. ബാക്കിലേക്ക് കുറേ ഫ്ലവേഴ്സൊക്കെ വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഫ്യൂണറലാണ് നടക്കണമെന്ന്. I feel so bad. So we just decided to walk. I decided I'm going to walk faster because then it's a bright dress to martial at least with a black t-shirt. നടന്ന് ഇപ്പുറത്തെ വ്യൂ കിട്ടും. സോ അതാണ് കാസൽ. ഇത് റെയിൽവേ പോകുന്ന സ്ഥലം. ഇത് ഞങ്ങളുടെ വീഡിയോഗ്രാഫർ. വരൂ. ഞങ്ങൾ രണ്ടുപേരും. This is the other view of the waterfall. At the top, waterfall. That's where you see the flag അവിടെ. That's where we stood. ആദ്യത്തെ ഞങ്ങളുടെ വ്യൂ പോയിന്റ് അതായിരുന്നു. പിന്നെ നമ്മൾ നടന്നു വന്ന് ട്രെയിനിങ് സിസ്റ്റം ഒക്കെ ഉണ്ട് ഇവിടെ കണ്ടോ. അവിടെയും ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെയും ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. This is the other viewpoint of this.
താഴെ പോയിട്ട് ഇപ്പുറത്തെ സൈഡ് ഓഫ് വ്യൂവിലുള്ള വ്യൂവും കൂടി കണ്ടു. ഹൗസ് കൊണ്ട് POV വ്യൂവും കൂടി കണ്ടു. ഇനി കാണുന്ന എല്ലാ സ്റ്റെയറും നമ്മൾ കയറേണ്ടതാണ്. ദിസ് ഈസ് അസ് ബിഫോർ going on the stair and I will show you after when we reach the destination. നേരത്തെ കുറെ വെള്ളം കണ്ണു മടുത്തു. വീട്ടിൽ പോവാം. ചൂടെടുത്തിട്ട് ഓവർ ഡ്രസ് ഫോർ ദി ഒക്കേഷൻ. ദിസ് ഈസ് ഞങ്ങളുടെ അവസ്ഥ ആഫ്റ്റർ. ഇവിടെ വരെ നടക്കാൻ റെക്കമെൻഡ് ചെയ്യോ? ഇവിടെ വരെ ഇപ്പം നമ്മൾ പോയടം വരെ ഇവിടെ കണ്ടിട്ട് അവിടെ വരെ പോണത് വർത്തിട്ടാണോ? യെസ്, എനിക്ക് തോന്നാനുള്ള മാർഷലിന്റെ പോയിന്റ് ഓഫ് വ്യൂല കുഴപ്പമില്ല. ഐ മീൻ ഇതിൻ്റെ അതർ വേ അറൗണ്ട് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഇഫ് യു ഷോർട്ട് ഓൺ ടൈം ഐ വുഡ് സേ സ്കിപ്പ് ഇറ്റ്. ബട്ട് ഇഫ് യു ഹാവ് ടൈം ലൈക്ക് ഇന്ന് മാത്രമാണ് ഇത് ചെയ്യുന്നെങ്കിൽ യെസ്. മടുത്തോ? ഞങ്ങൾ മടുത്ത്. ഒരു വുഡൻ ബ്രിഡ്ജാണത്. So now we are in Switzerland. ഓ ബ്രിഡ്ജിന് അപ്പുറത്തെ ജർമ്മനിയിലെത്തും. നൈസ്. ടുഡേ ഈസ് ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ റെയിൻ ഫോൾ യെസ്റ്റർഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലീവ് ചെയ്യാണ്. എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത്, കാരണം കുറേ നടന്ന് ടയർഡായിരുന്നു, ചൂടും കാരണം ഉണ്ടായിരുന്നു. സോ റിലാക്സ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഇന്ന് രാവിലെ ഞങ്ങൾ 10 മിനിറ്റ് ചെക്കിംഗ് ഔട്ട്. ആൻഡ് വി ഗോട്ട് 5-hour journey to Bamberg. I think the place is called in Germany. So അങ്ങോട്ടാണ് ഞങ്ങൾ ഇനി പോണേ. So keep watching to see what we do next. Bye apartment. You have been Esley. ഈ വീട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ദിസ് സൈഡ് ഓണറിനും ഈ സൈഡ് അവർ റെൻ്റ് ഔട്ടും ചെയ്യാണ്. അപ്പാരൻ്റ്ലി ദാറ്റ് ഈസ് ദ ഓൾഡ് സൈഡ് ആൻഡ് ദേ റീബിൽഡ് ദിസ് ന്യൂ സൈഡ്. അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മരത്തിലും എല്ലാത്തിലും കാണാൻ പറ്റും. ബട്ട് ദ സ്റ്റേ വാസ് റിയലി നൈസ്. ദർ വാസ് 2 double beds ബിക്കോസ് ഒരു റൂമിൽ ഡബിൾ ബെഡ്, മറ്റു റൂമിൽ ലൈക്ക് ലിവിങ് റൂമിൽ ലൈക്ക് കുഞ്ഞ് പിള്ളേർ കിടക്കാനുള്ള മറ്റു സിംഗിൾ ഇതാണ്. ഞങ്ങൾ അത്രയും ടോൾ ആൾക്കാരല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇഫ് യു ആർ ടോളർ ലൈക്ക് 6 feet ഒക്കെ ആണെങ്കിൽ ഇച്ചിരി സ്ട്രഗിൾ ചെയ്താണ് ബിക്കോസ് കാല് ഇടിച്ചാണ്. ബട്ട് ഓവറോൾ ഇറ്റ് വാസ് എ നൈസ് സ്റ്റേ. ബട്ട് ഈ പ്രൈസ് റേഞ്ചിൽ ഇവർ പുതിയതാണ് Airbnb-ക്ക് as well. ആ പ്രൈസ് റേഞ്ചിൽ വേറെ എങ്ങും അക്കോമഡേഷൻ കിട്ടാനില്ല. സോ ഇറ്റ്സ് വെരി റയർ that we found this accommodation as well, which is really nice because we felt like we stayed in a Swiss house, which is very nice feeling. Full wooden, എല്ലാ സാധനം ഫ്ലോർ ബോർഡ്സിൽ ഇച്ചിരി കാർപ്പറ്റ് ഉണ്ട്, പക്ഷേ സൈഡ് പാനൽസ് ഒക്കെ വുഡൻ ആണ്. They do different designs on houses as well. Let me show you guys. The വീട് നോക്കുകയാണെങ്കിൽ can you see കംപ്ലീറ്റ്ലി വേറെ ഡിസൈനാണ്. പ്രകൃതി രമണീയമായ സ്ഥലം, വിരിഞ്ഞ് പടർന്ന് കിടക്കുന്നത് നീണ്ട സഫർജൽ തോട്ടം. പക്ഷെ സഫർജലിൽ മാത്രം പുല്ല് മാത്രം. ഇവിടെ കുറേ ഇതുണ്ട്, പൈൻ ട്രീസ്. നല്ല പിക്ചറസ്ക് ആയിട്ടുള്ള സ്ഥലം ഫുള്ള് ചെടികളും പടർന്ന് കിടക്കുന്ന പറമ്പുകളും. അവിടെ പശു കൗ മീറ്റിംഗ് ആണ്, ആനുവൽ കൗ മീറ്റ്സ്. We are at the Chocolarium. ഇവിടെ കുറേ എൻ്റെ റീല് കണ്ടാൽ മതി എന്തൊക്കെ ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഐ വിൽ ബി മേക്കിംഗ് എ റീൽ ഓൺ ദിസ്.
അവർ രണ്ടുപേരും ലിഫ്റ്റിൽ പോവും, ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങിപ്പോവും. ചോക്ലേറ്റ് സ്റ്റാർസ് പോലെയില്ലേ? ഓ, കുട്ടിയും വന്നോ ഞങ്ങളുടെ കൂടെ? ഞാൻ അവിടെ പോയിട്ട് ബെല്ലടിക്കേ പപ്പേ. ബോയ് ബട്ടൺ ഞെക്ക്. ഈ മണി ബെല്ലിൻ്റെ സംഭവത്തിൽ നമ്മൾ പോയിട്ട് കഴിഞ്ഞാൽ സ്റ്റക്കായി പോയി മോളപ്പനുള്ള സ്റ്റക്കായി പോയി. അല്ല, വീണു, പക്ഷെ സ്റ്റക്കായി. ഞാൻ പിന്നെയും പുറത്തേക്ക് എടുത്തിട്ടിട്ടതാണ്. So, that's it for our time in Switzerland. We are now heading back to Germany. Switzerland has been honestly so amazing, so fresh, so beautiful, and it's just full of nature everywhere you look. The views of the hills and the Alps were so unreal. We were really lucky with the weather. It was sunny, clear, and we didn't even have to wear too many layers. We enjoyed some Swiss chocolate, visited the Rhine Fall, and took it all in. Now we are excited to continue our Europe journey back to Germany. If you haven't watched our first vlog, go and check that out and come along with us for the rest of our trip. And thank you for watching this video, and don't forget to subscribe, and I'll see you guys next time. Bye.